വെൽക്കം ടു ഓൾ. നമുക്കിനിയൊരു വേറൊരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സാമ്പിൾ 2 നോക്കാം. ഭാരത് മെറ്റൽസ് ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് 4 different products. But due to limited machine hours, company is no longer able to meet the demand of all 4 products. In order to design which product should be preferred in production, you are required with the following data. ഇവിടെ 4 പ്രൊഡക്റ്റ്: മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ജിയോതൈറ്റ്, ലിമോനൈറ്റ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, മെറ്റീരിയൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഓപ്പറേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട് മിനിറ്റ്സിലുള്ളത്. റിക്വയർഡ്: ഇഫ് മെഷീൻ അവേഴ്സ് ആർ ലിമിറ്റഡ് ടു 5000 hours, then suggest the production supervisor which product is giving maximum throughput per limiting factor. So throughput per unit നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. സോ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടർ. സോ നമ്മുടെ ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ത്രൂപുട്ട് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ്. പിന്നെ നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. കണ്ടില്ലേ? മെഷീൻ അവേഴ്സ് ആർ ലിമിറ്റഡ് ടു 5000 hours. സോ ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ത്രൂപുട്ട് പെർ ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ത്രൂപുട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 4 പ്രൊഡക്റ്റിൻ്റെയും ത്രൂപുട്ട് പറഞ്ഞാൽ സെയിൽസ് പ്രൈസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ്. സോ മാഗ്നറ്റിക്കിൻ്റെ ത്രൂപുട്ട് എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് 300 മൈനസ് മെറ്റീരിയൽ കോസ്റ്റ് 150. സോ ത്രൂപുട്ട് 150. ഇനി ഹെമറ്റൈറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് 450, മെറ്റീരിയൽ കോസ്റ്റ് 320. സോ ത്രൂപുട്ട് എത്രയായിരിക്കും? 450 മൈനസ് 320 എത്രയാണ്? 130. ഇനി ജിയോതൈറ്റ് എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് മൈനസ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? 350 മൈനസ് 150 എത്രയാണ്? 200. ഇനി ലിമോനൈറ്റിൻ്റെ എന്താണ്? സെല്ലിംഗ് പ്രൈസ് 750 മൈനസ് മെറ്റീരിയൽ കോസ്റ്റ് 600. സോ എത്രയാണ്? 150. സോ 4 പ്രൊഡക്റ്റിൻ്റെയും ത്രൂപുട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടറാണ്. ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആകെ 5000 hours ഉള്ളൂ. സോ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ടൈമാണ്. സോ ത്രൂപുട്ട് പെർ ടൈമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്, 45 മിനിറ്റ്, 60 മിനിറ്റ്, 20 മിനിറ്റ്സ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ടൈം. മാഗ്നറ്റൈറ്റ് ഒരെണ്ണം മാഗ്നറ്റൈറ്റിൻ്റെ ടൈം എത്രയാണ്? 30 സോ ത്രൂപുട്ട് പെർ ടൈം എത്രയാണ്? ത്രൂപുട്ട് 150, ടൈം 30. സോ 5 ആണ് അല്ലേ? ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? റിട്ടേൺ കിട്ടുള്ളൂ. സോ ഇനി അടുത്തത് എത്രയാണ്? ത്രൂപുട്ട് ഹെമറ്റൈറ്റിൻ്റെ 130 ആണ്. അതിന് അവൈലബിൾ ആയിട്ടുള്ള ടൈം എത്രയാണ്? 45 മിനിറ്റ്സ്. സോ 130 ഡിവൈഡഡ് ബൈ 45 2.89. നമ്മൾ റിട്ടേൺ പെർ ഫാക്ടറി അവറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് എത്രത്തോളം ത്രൂപുട്ട് ഓരോ മിനിറ്റിലും ഓരോ പ്രൊഡക്റ്റും ജനറേറ്റ് ചെയ്യുന്നു എന്ന് അല്ലേ? ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ടൈം, ഒരു പ്രൊഡക്റ്റിന് എടുക്കുന്ന ടൈം. അങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാതെ? റിട്ടേൺ പെർ ഫാക്ടറി അവർ കാൽക്കുലേറ്റ് ചെയ്യാറ്. സോ ഓരോ മിനിറ്റിലും ഓരോ പ്രൊഡക്റ്റും തരുന്ന ത്രൂപുട്ട് എത്രയാണെന്നാണ് നമ്മൾ റിട്ടേൺ എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ജിയോതൈറ്റിൻ്റെ ത്രൂപുട്ട് 200, ടൈം 60. സോ 200/60 3.33. ഇനി ലിമോനൈറ്റിൻ്റെ ത്രൂപുട്ട് 150, ടൈം എത്രയാണ്? 20. അപ്പോൾ 150/20 7.5. സോ നമുക്ക് റിട്ടേൺ പെർ ഫാക്ടറി അവർ
കിട്ടി. റിട്ടേൺ പെർ ഫാക്ടറി അവർ ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ടൈം ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 5, 2.89, 3.33, 7.5. ഇവിടെ മിനിറ്റിൽ തന്ന കാരണം ഓരോ മിനിറ്റിലും ഓരോ പ്രൊഡക്റ്റും ജനറേറ്റ് ചെയ്യുന്ന ത്രൂപുട്ടാണ് അല്ലേ. ഒരു പ്രൊഡക്റ്റ് മൊത്തം ജനറേറ്റ് ചെയ്യുന്നതാണ് 150. അതിന് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടത് 30 മിനിറ്റാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര ത്രൂപുട്ട് ജനറേറ്റ് ചെയ്തു? 150/30, 5. അപ്പോൾ അങ്ങനെ ഓരോ മിനിറ്റിലും ഓരോ പ്രൊഡക്റ്റും എത്ര ത്രൂപുട്ട് ജനറേറ്റ് ചെയ്തു എന്നാണ് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഏതാണ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ലിമോനൈറ്റിനാണ് 7.5 പെർ മിനിറ്റ്. സോ മാക്സിമം ത്രൂപുട്ട് ബാക്കി എല്ലാ പ്രൊഡക്റ്റിനേക്കാട്ടിലും കൂടുതലുള്ളത് ഏതാണ്? ലിമോനൈറ്റ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ആ പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടൈമാണ്. സോ എന്താണ്? റിട്ടേൺ ഫോർ ഫാക്ടറി മിനിറ്റ്. ഫാക്ടറി അവറാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. ഇവിടെ നമുക്ക് മിനിറ്റ്സിലാണ് തന്ന കാരണം റിട്ടേൺ ഫോർ ഫാക്ടറി മിനിറ്റ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ടൈമാണ്. ത്രൂപുട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? സെയിൽസ് റവന്യൂ മൈനസ് എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ്. അങ്ങനെ ത്രൂപുട്ട് കിട്ടി. ആ ത്രൂപുട്ട് ഡിവൈഡഡ് ബൈ ഓരോ പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട സമയം ചെയ്തു. സോ ഒരു പ്രൊഡക്റ്റ് ഒരു മിനിറ്റിൽ ജനറേറ്റ് ചെയ്യുന്ന ത്രൂപുട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഏത് സെലക്ട് ചെയ്തു? മാക്സിമം ത്രൂപുട്ടുള്ള ലിമോനൈറ്റ് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. അപ്പോൾ നമുക്ക് റിട്ടേൺ പെർ ഫാക്ടറി അവേഴ്സ് കിട്ടി. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ. ഇവിടെ അവർ അല്ല, മിനിറ്റ്സിലാണ്. സോ റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ് ആണ് ചെയ്യുക. സോ റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്സ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം. സോ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും. നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടുണ്ട്. മാഗ്നറ്റൈറ്റിൻ്റെ 90 രൂപ, ടൈം 30. സോ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ 90/30 എത്രയാണ് വരുന്നത്? 3. ഇനി ഹേമറ്റൈറ്റിൻ്റെ ആണെങ്കിലോ 160/45 എത്രയാണ് വന്നത്? 160/45 3.56. പിന്നെ ജിയോതൈറ്റിൻ്റെ ആണെങ്കിലോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 80/60. സോ എത്രയാണ്? 1.33. ഇനി ലിമോനൈറ്റിൻ്റെയോ 400/20 എത്രയാണ്? 400/20 എന്ന് പറയുമ്പോൾ 20. സോ ഇതാണ് കോസ്റ്റ് പെർ ഫാക്ടറി അവർ. നമുക്കിവിടെ മിനിറ്റ്സിൽ തന്ന കാരണം കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കിട്ടും. മാഗ്നറ്റൈറ്റിൻ്റെ റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്സ് നമുക്കറിയാം എത്രയാണ്? 5 അല്ലേ. ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? റിട്ടേൺ പെർ ഫാക്ടറി അവർ. അത് 5 ആണ് മാഗ്നറ്റൈറ്റിൻ്റെ. അതിൻ്റെ കോസ്റ്റ് പെർ ഫാക്ടറി അവർ എത്രയാണ്? 3. സോ 5/3 എത്രയാണ്? 1.67 ആണ് ആ പ്രൊഡക്റ്റിൻ്റെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ. ഇനി ഹേമറ്റൈറ്റിൻ്റെ റിട്ടേൺ പെർ ഫാക്ടറി അവർ എത്രയാണ്? 2.89 ആണ്. ഇനി അതിൻ്റെ കോസ്റ്റ് എത്രയാണ്? 3.56. അപ്പോൾ 2.89 ഡിവൈഡഡ് ബൈ 3.56 0.81. ഇനി ജിയോതൈറ്റിൻ്റെ റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്സ് എത്ര? 3.33 ഡിവൈഡഡ് ബൈ കോസ്റ്റ് 1.33. സോ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ റിട്ടേൺ ബൈ കോസ്റ്റ് 3.33/1.33 2.5. ഇനി ലിമോനൈറ്റിൻ്റെ എന്താണ്? 7.5 ആണ് റിട്ടേൺ പെർ ഫാക്ടറി മിനിറ്റ്.
അതിന് വരുന്ന കോസ്റ്റ് 20 ആണ്. 7.5 ഡിവൈഡഡ് ബൈ 20.38. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ത്രൂപുട്ട് പെർ മിനിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ പെർ ഫാക്ടറി അവർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലിമോനൈറ്റ് ആണ് നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ത്രൂപുട്ട് കിട്ടുന്നത് പെർ മിനിറ്റ് കിട്ടുന്നത് അതിനായിരുന്നു 7.5. പക്ഷെ നിങ്ങൾ നോക്കി നോക്കൂ, നമ്മൾ അതാണ് പറഞ്ഞത്, റിട്ടേൺ ഫോർ ഫാക്ടറി അവർ മാത്രം കൺസിഡർ ചെയ്ത് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ആ റിട്ടേണും അതിന് ഇൻകർ ചെയ്യുന്ന കോസ്റ്റും കൂടി കമ്പയർ ചെയ്യണം. കിട്ടുന്ന റിട്ടേൺ കോസ്റ്റിനേക്കാട്ടിലും കൂടുതലാണെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ത്രൂപുട്ട് അക്കൗണ്ട് റേഷ്യോ ആണ് പ്രോഫിറ്റ് ഡിസിഷൻ എടുക്കാൻ അൾട്ടിമേറ്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് കൂടുന്നതെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ട് റേഷ്യോ എപ്പോഴും എന്തായിരിക്കും, ഒന്നിനേക്കാട്ടിലും കുറവായിരിക്കും. ത്രൂപുട്ടാണ് കോസ്റ്റിനേക്കാട്ടിലും കൂടുന്നതെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ട് റേഷ്യോ എപ്പോഴും ഒന്നിനേക്കാട്ടിലും കൂടുതലായിരിക്കും. സോ നിങ്ങൾ നോക്കി നോക്കൂ, ത്രൂപുട്ട് അക്കൗണ്ട് റേഷ്യോ ആദ്യത്തേനാണ് 1.67, ഒന്നിനേക്കാട്ടിലും കൂടുതലുള്ളൂ. നമുക്ക് നോക്കി അറിയാം 5 രൂപയാണ് ഇൻകം ആയിട്ട് ഒരു മിനിറ്റിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഒരു മിനിറ്റിൽ വരുന്ന കോസ്റ്റ് 3 രൂപ. നമ്മൾ നേരത്തെ ഡിസിഷൻ പ്രകാരം എടുത്തതിന് 7.5 റുപ്പീസ് റിട്ടേൺ ഉണ്ട് ഒരു കോസ്റ്റിൽ ഒരു മിനിറ്റിൽ. പക്ഷെ അതിന് ഒരു മിനിറ്റിൽ വരുന്ന കോസ്റ്റ് എത്രയാണ്, 20. സോ ത്രൂപുട്ട് അക്കൗണ്ട് റേഷ്യോ പ്രകാരം നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യുക, ഏറ്റവും ഗ്രേറ്റർ ത്രൂപുട്ട് ഉള്ളത്. ഏതിന് ഏറ്റവും ഗ്രേറ്റർ ആയിട്ടുള്ളത്, ആദ്യത്തേന് 1.67. സോ പ്രോഫിറ്റബിൾ ആണ്. മറ്റേതിന് 0.81 പ്രോഫിറ്റബിൾ അല്ല, ഒന്നിനേക്കാട്ടിലും കുറവാണ്. മൂന്നാമത്തെ പ്രൊഡക്റ്റായ ജിയോ തൈറ്റിന് 2.5 ഇറ്റ്സ് പ്രോഫിറ്റബിൾ, ഗ്രേറ്റർ ദാൻ 1. നമ്മുടെ നാലാമത്തെ പ്രൊഡക്റ്റായ 0.38 ഈസ് നോട്ട് അറ്റ് ഓൾ പ്രോഫിറ്റബിൾ ബിക്കോസ് ത്രൂപുട്ട് അക്കൗണ്ട് റേഷ്യോ ഈസ് ലെസ് ദാൻ 1. നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക, ഹയർ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഉള്ളത്. ഏതിനാണ്, മൂന്നാമത്തെ പ്രൊഡക്റ്റിന് 2.5. അപ്പോൾ ജിയോ തൈറ്റാണ് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാൻ സെലക്ട് ചെയ്യേണ്ടത്. കാരണം എന്താണ്, മറ്റേതിനൊന്നും എന്തില്ല, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഫുള്ളായിട്ട് കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഒന്നാമത്തേനുണ്ട്, പക്ഷെ അതിനേക്കാട്ടിലും കൂടുതൽ നമ്മുടെ ജിയോ തൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ സോ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും, ത്രൂപുട്ട് അക്കൗണ്ട് റേഷ്യോ പ്രകാരം ജിയോ തൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള ഡിസിഷനാണ് നമ്മൾ എടുക്കുക. സോ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു, നമ്മളോട് പറഞ്ഞെന്താണ്, ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. തന്നെയാണ് എന്ത്, റിട്ടേൺ ഫോർ ഫാക്ടറി അവർ. ഇവിടെ മിനിറ്റ്സിൽ തന്ന കാരണം റിട്ടേൺ ഫോർ ഫാക്ടറി മിനിറ്റ്സ്. അത് നമ്മൾ ത്രൂപുട്ട് കണ്ടുപിടിച്ചത് ത്രൂപുട്ട് ബൈ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ടൈം ചെയ്തപ്പോൾ വി വിൽ ഗെറ്റ് ദ റിട്ടേൺ ഫോർ ഫാക്ടറി മിനിറ്റ്സ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ത്രൂപുട്ട് അക്കൗണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫോർ ഫാക്ടറി മിനിറ്റ്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഫോർ ഫാക്ടറി മിനിറ്റ്സ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും വന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന ടൈം. സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ റിട്ടേൺ ഫോർ ഫാക്ടറി മിനിറ്റ്സ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഫോർ ഫാക്ടറി മിനിറ്റ്സ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. താങ്ക്